കേരളത്തിൽ ഏറ്റവും വീതി കൂടിയ കായൽ ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വേമ്പനാട് കായൽ എന്നാണ്. വേമ്പനാട് കായലിൻ്റെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാലം. ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റം ചേർത്തല താലൂക്ക്. ചേർത്തല താലൂക്കിൻ്റെയും വടക്കേ അറ്റമാണ് അരൂക്കുറ്റി വില്ലേജ്. അരൂക്കുറ്റി വില്ലേജിൽ വടുതല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ കിഴക്കോട്ട് മാറി വടുതല ജെട്ടി. ഈ വടുതല ജെട്ടിയിൽ നിന്ന് പെരുമ്പളം ദ്വീപിലേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണ് നിങ്ങളെ കാണുന്നത്. ഏകദേശം 7 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമാണ് ഈ പെരുമ്പളം ദ്വീപിൻ്റെ വിസ്തീർണം. പെരുമ്പളം ഒരു പഞ്ചായത്താണ്. ചേർത്തല താലൂക്കിൽ ആലപ്പുഴ ജില്ലയിൽപ്പെടുന്നതാണ്. പാലത്തിൻ്റെ നടുക്കായിട്ട് കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഫുട്പാത്താണ് നമ്മളീ കാണുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെരുമ്പളം ദ്വീപും കാണാം, എറണാകുളം ജില്ലയും കാണാം, കോട്ടയം ജില്ലയും കാണാം. ആ കാണുന്നതാണ് പെരുമ്പളം ദ്വീപ്. നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ വലിയ ദ്വീപ്. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ വള്ളത്തെയും ബോട്ടിനെയും ജങ്കാറിനെയൊക്കെ ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ടൈം കഴിഞ്ഞാൽ, അതായത് ഒരു രാത്രി ഒരു 8 മണി 9 മണി വരെയൊക്കെ ബോട്ടും ജങ്കാറൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാകില്ല. രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു ആശുപത്രി കേസോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഈ പെരുമ്പളം നിവാസികൾക്ക് വലിയൊരു അനുഗ്രഹം കൂടിയാണ് ഈ പാലം. അരൂരിൻ്റെ പ്രിയങ്കരനായിരുന്ന AM ആരിഫ് ഈ ദ്വീപിലെ ജനങ്ങളുടെ ദുരിതം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ ഈ ദ്വീപിലേക്ക് ഒരു പാലം വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇത്രയും വലിയൊരു പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് അധികം നാളൊന്നുമായിട്ടില്ല. കൂടി വന്നൊരു 6-7 വർഷം കഷ്ടിച്ച്. അതിനുള്ളിൽ ഈ പാലത്തിൻ്റെ പണി പൂർണ്ണമായി. 2026 മാർച്ച് 7-ാം തീയതി 11 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ അവർ ഈ പാലം പെരുമ്പളം നിവാസികൾക്ക് തുറന്നു കൊടുക്കുകയാണ്. പെരുമ്പളം നിവാസികൾക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഈ പാലത്തിലൂടെ സഞ്ചരിക്കാം. എന്നാലും പെരുമ്പളം നിവാസികൾക്ക് വേണ്ടിയാണ് ഈ പാലം പണിയാൻ തീരുമാനിച്ചത്. അപ്പോൾ പാലത്തിലൂടെ നടന്ന് ഏകദേശം 1.25 കിലോമീറ്ററോളം നടന്നെന്ന് എനിക്ക് തോന്നണം. നടന്ന് ഞാനിപ്പോൾ പെരുമ്പളം ദ്വീപിൽ വന്നു. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് ഇതിൻ്റെ പാലത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തേക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് പാലത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തുന്നത്. പെരുമ്പളം ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം പെരുമ്പളം പാല ഉദ്ഘാടനം 2026 മാർച്ച് 7 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ